ഡിസംബർ മാസം 10-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഓരോ ബുധനാഴ്ചയും ദൈവം നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട് ദൈവവചനമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുവാൻ തക്കവണ്ണം ദൈവം കൃപയാൽ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ മലയാളം പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. യെരുശലേമിൽ നിന്ന് പരീശന്മാരും ചില ശാസ്ത്രിമാരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ ശുദ്ധിയില്ലാത്ത എന്ന് വെച്ചാൽ കൈ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പരീശന്മാരും യഹൂദന്മാരും ഒക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. ചന്തയിൽ നിന്ന് വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക മുതലായി പലതും പ്രമാണിക്കുന്നത് അവർക്ക് ആയിരിക്കുന്നു. അങ്ങനെ പരീശന്മാരും ശാസ്ത്രിമാരും നിൻ്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം അനുസരിച്ച് നടക്കാതെ ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. മാനുഷ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. പിന്നെ അവരോട് പറഞ്ഞത്, നിങ്ങൾ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു വിഷയം പാരമ്പര്യം അല്ലെങ്കിൽ സമ്പ്രദായം, അതിന് എതിരായിട്ടുള്ള തിരുവചനത്തിൻ്റെ സമ്പ്രദായം, അപ്പസ്തോലന്മാരുടെ സമ്പ്രദായം. ഈ ഒരു വിഷയമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സഭയായ ഏകദേശം 120 കോടി ജനങ്ങളും, അതും മാത്രമല്ല മറ്റു നാമധേയ ക്രൈസ്തവരെ കൂട്ടിക്കഴിഞ്ഞാൽ 200 കോടിയോളം വരുന്ന ജനം ഈ സമ്പ്രദായത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് സത്യസുവിശേഷത്തിൻ്റെ തിരുവചനത്തിലെ സമ്പ്രദായം എന്താണ്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഓർപ്പിക്കാനാണ് ഇന്നത്തെ ക്ലാസ്. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം വായിച്ച് മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവം നമ്മൾ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ക്ലാസ് തുടരാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ വീണ്ടും കൂട്ടിവരുത്തിയ ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നിരവചനം ഞങ്ങൾ പഠിക്കുമ്പോൾ, തിരുവചനത്തിൻ്റെ പ്രാമാണ്യം നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ പ്രസക്തി നമ്മൾ പഠിക്കുമ്പോൾ, അതിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിക്കുമ്പോൾ, ഇതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ അത് സത്യം പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർവികരുടെയും മനുഷ്യരുടെയും സമ്പ്രദായം അല്ല, ദൈവവചനത്തിൻ്റെയും ദൈവ നിയോഗിച്ച അപ്പസ്തോലന്മാരുടെയും അവരുടെ പ്രസംഗത്തിൻ്റെയും അവരുടെ ഉപദേശത്തിൻ്റെയും പാരമ്പര്യമാണ് ഞങ്ങൾ തുടരേണ്ടത്. ഞങ്ങൾ ഓർപ്പിക്കാൻ തക്കവണ്ണം, ഞങ്ങൾ പഠിപ്പിക്കാൻ തക്കവണ്ണം ഇതിൻ്റെ പരിസ്ഥാപനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചു വന്ന വിഷയം ശത്രുവിൻ്റെ ശത്രു മിത്രം. enemy is a friend, right? If somebody is your enemy and his enemy should be your friend, then only we one enemy and you join together, then you can destroy your
actual enemy. This is a strategy of enmity. So that is what we are seeing, what is happening in the world. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു രീതി അതാണ്. 120 കോടി ജനങ്ങളുള്ള പോപ്പിൻ്റെ ഒരു ഉദ്യമം അതാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നല്ല ഉദ്ദേശങ്ങളായിരിക്കാം, നല്ല ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ ദൈവവചനത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ, അവരുടെ ഉപദേശങ്ങളനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നുള്ള ഒരു പ്രമാണം വെച്ചാണ് ഇന്ന് ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ഭൂരിഭാഗം ആൾക്കാരെ കൂട്ടിച്ചേർക്കാനൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് കത്തോലിക്ക സഭയിൽ, റോമൻ കത്തോലിക്ക സഭയിൽ പോപ്പ് ഇട്ടിരിക്കുന്ന വലിയ ബോംബുകൾ ഇന്ന് പൊട്ടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. പല കുദാശകളും, കുംഭസാരം എന്ന കുദാശ അത് നീക്കിക്കളഞ്ഞു, കുന്തിരിക്കും ഉപയോഗിക്കുന്നത് നീക്കിക്കളഞ്ഞു. അത് ജെറൂസലേമിലാണ് കത്തിക്കേണ്ടത്, അവിടുത്തെ ദേവാലയത്തിൻ്റെ സമ്പ്രദായമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് വലിയ ബോംബ് ഇന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ മൂലമായ പ്രശ്നം തിരുവചനത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. തിരുവചനത്തെ മാറ്റി നിർത്തിയുള്ള മനുഷ്യൻ്റെ സമ്പ്രദായം, പൂർവികരുടെ സമ്പ്രദായം. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ പ്രമാണവും തിരുവചനത്തിലെ അപ്പസ്തോലിക ഉപദേശങ്ങളുടെ സമ്പ്രദായത്തിൻ്റെ അവർ പഠിപ്പിച്ച ആ രീതിയാണ് ക്രൈസ്തവ സഭ തുടരേണ്ടത്. ഇതാണ് ഇന്നത്തെ വിഷയം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. അപ്പോൾ തിരുവചനവും പാരമ്പര്യ സഭകളും, ഒരു ഭാഗത്ത് ദൈവവും ദൈവവചനവും, മറുഭാഗത്ത് നാമധേയ ക്രൈസ്തവരെന്ന് പ്രമാണിക്കുന്നവർ. അതിൻ്റെ ആരംഭം തീർച്ചയായിട്ടും അത് തിരുവചനത്തിൽ നിന്ന് മാത്രമായിരുന്നു. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിൽക്കാലങ്ങളിൽ ഒരു സൗകര്യാർത്ഥം അവർ ഈ സമ്പ്രദായങ്ങളിലേക്ക് കടന്നു. ദൈവവചനത്തിനും ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും ദൈവം ഇസ്രായേലിനോട് വാഗ്ദാനങ്ങൾക്കും ഉടമ്പടികൾക്കും അവർ ശക്തമായ എതിർക്കേണ്ടതിന് വേണ്ടി അവർ സമ്പ്രദായങ്ങളെ തുടരുകയാണ്. അതിനൊരു വിരാമം വരേണ്ട കാര്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ പ്രാധാന്യത്തിന് ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് തിരുവചനം എന്താണ്, സത്യം എന്താണ്, കർത്താവ് പഠിപ്പിച്ച വചനം എന്താണ്, ഈ 66 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന അതിൻ്റെ തർജ്ജമകൾ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പാരമ്പര്യത്തെ വിട്ട് തിരുവചനത്തിലേക്കും തിരുവചനത്തിലെ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യത്തിലേക്കും കടന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് രക്ഷ പ്രാപിച്ച് സ്വർഗത്തിന് അവകാശികളായിട്ട് നമുക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാദ്യമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 119 സങ്കീർത്തനം 119ൻ്റെ 105-ാം വാക്യം. പലർക്കും അത് മനഃപ്പാഠമായിട്ടുള്ള വാക്യങ്ങളാണ്. 119 സങ്കീർത്തനം 119ൻ്റെ 105-ാം വാക്യം. ഏറ്റവും വലിയ സങ്കീർത്തനമാണ് 119-ാം സങ്കീർത്തനം. 22 അക്ഷരങ്ങളുള്ള, അതിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെയും 22 അക്ഷരങ്ങളിൽ തുടങ്ങുന്ന മൊത്തത്തിലുള്ള ഒരു സങ്കീർത്തനമാണ് 119-ാം സങ്കീർത്തനം. അതിൻ്റെ 105-ാം വാക്യം ഇപ്രകാരമാണ് അതിൻ്റെ തർജ്ജമയിൽ വായിക്കുന്നത്: നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് ദൈവവും ദൈവത്തിൻ്റെ വചനവുമാകുന്നു. അതുപോലെ തന്നെ അതേ സദൃശ്യവാക്യത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 6-ാം അധ്യായത്തിൻ്റെ സങ്കീർത്തനമല്ല, സദൃശ്യവാക്യങ്ങൾ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. അതും നമുക്ക് ശ്രദ്ധേയമായൊരു ഗുണകരമായ ഒരു വചനമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 6-ാം അധ്യായം, പ്രോവേർബ്സ് ചാപ്റ്റർ 6:23. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവും ആകുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന, ദൈവം തരുന്ന വെളിച്ചം, ആ വെളിച്ചമാണ്. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിൽ വസിക്കുന്ന അന്ധകാരത്തിലേക്ക് കടക്കുകയില്ല, അവൻ വെളിച്ചത്തിൽ വസിക്കും. അതുകൊണ്ട് ഈ ക്രിസ്തുവിലേക്ക് വന്ന്
ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് വന്ന് അതിൽ ജീവിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതം. അല്ലാതെ ഈ സമ്പ്രദായങ്ങളല്ല, പാരമ്പര്യങ്ങളല്ല, പൂർവികരുടെയോ മനുഷ്യരുടെയോ സംഘടനകളോ സമൂഹങ്ങളോ തരുന്ന കാര്യങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ പുതിയ ചില വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ചിലത് പുതിയ വായിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ തിരുവചനത്തിൻ്റെ, ബൈബിളിൻ്റെ തിരുവചനം എന്ന് പറയുന്നത്, സ്ക്രിപ്ചർ എന്ന് പറയുന്ന 66 പുസ്തകങ്ങളുടെ പ്രാധാന്യമാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, നമുക്കറിയാം, അവനെ മരുഭൂമിയിലേക്ക് പ്രലോഭിപ്പിക്കാൻ തക്കവണ്ണം കൊണ്ടുപോയി. അവിടെ സാത്താനുമായിട്ടുള്ളൊരു വലിയ എൻകൗണ്ടർ ഉണ്ടാകുകയാണ്. അവിടെ യേശു ക്രിസ്തു ഉപയോഗിച്ച മിക്കവാറും 3 വാക്യങ്ങളും അത് ആവർത്തന പുസ്തകങ്ങളിൽ നിന്നാണ്. ഈ ആവർത്തന പുസ്തകങ്ങളിൽ നിന്ന് ആ ഒരു വേദഭാഗം എടുത്തിട്ട് കർത്താവ് അത് ഉപയോഗിച്ചാണ് സാത്താനെ തോൽപ്പിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് തക്കതായ വേണ്ട വചനം നമുക്ക് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്കിന്ന് വിജയം നേടാൻ കഴിയും. പ്രലോഭനങ്ങൾ വരുമ്പോൾ, പാപം ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ, പാപത്തെ കടക്കാനുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ജയിക്കാൻ തക്കവണ്ണം ദൈവവചനം നമുക്ക് ഗുണകരമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ അതാ വായിക്കുന്നത്, മനുഷ്യൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും നാം ജീവിക്കേണ്ടവരാണ്. കർത്താവ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം, നമുക്കറിയാം മറിയയുടെ ഗർഭത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ലേഡിയാണ്, ഒരു സ്ത്രീയാണ്, സ്ത്രീയിൽ ഭാഗ്യവതിയാണ് മറിയ. ഇന്ന് പോപ്പ് പറഞ്ഞു, ഈ ലിയോപോൾ എന്ന ഇന്നത്തെ പോപ്പ് പറഞ്ഞു, എന്നാൽ രക്ഷകൻ എന്നുള്ളത് യേശു ക്രിസ്തു മാത്രമാണ്. സഹരക്ഷക എന്ന് പ്രഖ്യാപിച്ച അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഇന്ന് ലോകത്തിൽ കാണുന്നത്, ഒരാൾ ദൈവവചനത്തിനെതിരായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ടും പ്രമാണങ്ങളുണ്ടാക്കി കഴിയുമ്പോൾ വേറെ ചിലർ വന്ന് അത് മാറ്റിക്കളയുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം? തീർച്ചയായിട്ടും ദൈവവും ദൈവത്തിൻ്റെ വചനവും അത് സ്ഥിരമായിട്ടുള്ളത്, മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന് മാറ്റമില്ല. അവന് ഈസ് ഇമ്മ്യൂട്ടബിൾ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അവൻ മാറ്റമില്ലാത്തവനാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ്, അവൻ മാറ്റമില്ലാത്തവനാണ്. അപ്പോൾ അതുകൊണ്ട് മറിയയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ 1-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം, അത് നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ദൈവം ഗബ്രിയേൽ എന്ന ദൂതനെ അയക്കുന്നു. ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ ആർക്കേഞ്ചലാണ്, വലിയ പ്രധാന ദൂതനാണ്. അവനെ അയക്കുകയാണ് ദൈവം. എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. ക്രിസ്മസ് നാളുകളിൽ അതൊക്കെ നമ്മൾ വായിക്കേണ്ട വിഷയങ്ങളാണ്. ക്രിസ്മസ് നാളുകൾ അടുത്ത് വരികയാണ്. ക്രിസ്മസ് സീസൺ ദെയർ എന്ന് നമ്മൾ പറയും. എവിടെ നോക്കിയാലും ഇപ്പോൾ ലൈറ്റിങ്ങും വെളിച്ചം ഇല്ലയോ, അതുപോലെ ഭംഗി, എത്രയോ എസ്തറ്റിക്സ് എല്ലാം നമ്മൾ കൊണ്ടുവരികയാണ്. 31-ാം ലൂക്കോസിൻ്റെ 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ, അന്ന് മറിയ, ഇതാ ഞാൻ നിൻ്റെ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഗബ്രിയേൽ ദൂതനോട് മറിയ പറഞ്ഞതാണത്. നീ പറഞ്ഞ വാക്ക്, സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ പറഞ്ഞ വാക്ക്, അത് നടക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ നടക്കേണ്ടത്. അതാണ് തിരുവചനത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ അത് എഴുതി സൂക്ഷിച്ച് പരിഭാഷപ്പെടുത്തി നമുക്ക് ലഭിച്ച, നമുക്ക് ഒന്ന് വായിക്കാൻ പറ്റുന്ന ഈ പുസ്തകം എത്രയോ അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഗബ്രിയേൽ പ്രധാന ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ അത് അതേപടി നടക്കട്ടെ എന്ന് മറിയ പറഞ്ഞു. ഇന്ന് നമ്മളിൽ എത്ര പേരത് പറയും? ഇന്ന് പോപ്പിൻ്റെ സഭയും 120 കോടി ജനങ്ങൾ ഇതിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത സഭയാണ് എന്ന് നമ്മൾ ഓർപ്പിക്കാൻ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, നിൻ്റെ വചനം സത്യമാകുന്നു. കർത്താവ് പറഞ്ഞു,
അത് 17-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം, അത് ദൈവം യേശുക്രിസ്തുവിൻ്റെ പിതാവിനോട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. കാരണം ഈ ദുഷ്ട ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ സൂക്ഷിക്കേണ്ടത്, നമ്മൾ സൂക്ഷിക്കപ്പെടേണ്ടത് അത് വലിയ ആവശ്യമാണ്. കാരണം ദുഷ്ട ലോകമാണ്. ആദാമിൻ്റെ പാപത്തോടു കൂടി ആദാം അവനനുസരിച്ച്, അവൻ്റെ ഭാര്യ പറഞ്ഞത് അനുസരിച്ച് അവൻ പാപം ചെയ്തതുകൊണ്ട് ഈ സർവ്വ ലോകവും ഇന്ന് ദുഷ്ടൻ്റെ അധീനതയിലാണ്. We are under the evil one, which is the Satan and devil, and that is what you see around. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 17-ാമത്, നിങ്ങളെ സത്യത്തിൽ അവൻ നിങ്ങളെ നിൻ്റെ വചനം സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകും. 14-ാം വാക്യത്തിൽ ദൈവം വചനം ശിഷ്യന്മാർക്ക് നൽകി. 17-ാം അധ്യായം സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഒന്ന് നോക്കിക്കളയാം. എങ്ങനെയത് എഴുതിയിരിക്കുന്നത്? 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ഒരു സംസാരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു നിൻ്റെ വചനം ശിഷ്യന്മാർക്ക് കൊടുത്തു. ആരുടെ വചനമാണത്? പിതാവിൻ്റെ വചനം, ദൈവവചനം ശിഷ്യന്മാർക്ക് കൊടുത്തു. അത് സത്യമാകുന്നു. അതിൽ നിങ്ങളെ നിലനിൽക്കണം. അതുകൊണ്ട് നിങ്ങൾ വിശദീകരിക്കപ്പെടണമെന്നാണ് 17. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. നിൻ്റെ വചനം, യുവർ വേർഡ് ഈസ് ട്രൂത്ത്. ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണത്. എക്കാലവും അത് സത്യമാണ് എന്നുള്ളത് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, പത്രോസിൻ്റെ സിംഹാസനവും ആ സിംഹാസനത്തിൽ പത്രോസിനെ ഇരുത്തി അതിനുശേഷം വേറെ ആൾക്കാർ വന്ന് ഇന്ന് ഭരിക്കുന്നൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതൊരു പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്റ്റൽ പീറ്റർ, ഓഫ് കോഴ്സ് എമംഗ് ദി 12 apostles he was the most prominent person. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. വളരെ പ്രമുഖനായ ഒരു അപ്പസ്തോലൻ തന്നെയായിരുന്നു. പക്ഷേ കർത്താവ് യേശുക്രിസ്തു അവനെ പോപ്പാക്കി സിംഹാസനത്തിലിരുന്ന് അവന് പിൻഗാമികളെ കൊണ്ടുവന്ന് അവർ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നതല്ല ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹമെന്ന് ഓർപ്പിക്കാൻ ഞാൻ വളരെ വിനീതമായി ആഗ്രഹിക്കുകയാണ്. 4-ാം അധ്യായം അപ്പസ്തോല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ അതിൻ്റെ 29-ാം വാക്യം, പത്രോസ് നിൻ്റെ വചനം പ്രസ്താവിക്കുവാൻ നമുക്ക് ധൈര്യം നൽകണം. അതിൻ്റെ 29-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കി നിൻ്റെ കൈകളിൽ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ അടയാള അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അപ്പോൾ പത്രോസ് പറയുകയാണ് അതിന് ശേഷം, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന വചനം അത് ദൈവവചനമാണ്. പത്രോസ് പ്രസംഗിച്ച നമ്മൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ അത് ദൈവവചനമാണ്. അതാണ് അവർ പ്രസംഗിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഉള്ള പ്രസംഗങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, അത് ആ കാര്യമാണ് അപ്പസ്തോലന്മാരിലൂടെ നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് പത്രോസിൻ്റെ വാക്കുകളും എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ 2 പത്രോസ് എഴുതിയ ലേഖനമാണല്ലോ. അപ്പോൾ പത്രോസിൻ്റെ കാര്യങ്ങളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2 പത്രോസ് അതിന് 1-ാം അധ്യായത്തിന് 19-20 വാക്യങ്ങൾ, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ടുണ്ട്, നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടെന്നാൽ നന്ന്. പത്രോസ് പറയുകയാണ്, നമുക്ക് കൂടുതൽ സ്ഥിരമായിട്ടുള്ളത് എന്തോന്നാണ്? നമ്മുടെ അനുഭവങ്ങളല്ല, അത്ഭുതങ്ങളല്ല, അടയാളങ്ങളല്ല, അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ സ്ഥിരമായിട്ട് നമുക്കുള്ളത് മോർ ഷുവർ എന്നാണ് അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. ഇറ്റ് ഇസ് സർട്ടൻ. അത് അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. എന്താണ് പ്രവചനവാക്യം? തുടർന്ന് 1 പത്രോസ് 19-21 വായിക്കാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. തന്നെ വായിക്കുകയാണ്, പ്രവാചകവാക്യം നമുക്ക് കരുതിക്കൊണ്ടാൽ നല്ലത്. തിരുവഴുത്തിലെ
പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്തിലുള്ളാകുന്നതല്ല. പ്രവചനവാക്യം നമുക്ക് അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ സഭയ്ക്കാണത് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഈ പ്രവചനവാക്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്തിലുള്ളതാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്തിൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ, ദൈവവചനത്തിലെ പ്രവചനങ്ങൾ, തീർച്ചയായിട്ടും ദൈവവചനത്തിലെ പ്രവചനങ്ങളുടെ പ്രാധാന്യം അത് നിസ്തുല്യമാണ്. പ്രവചനങ്ങൾ ഉള്ള ഏക പുസ്തകം അത് ബൈബിളാണ്. ബൈബിളിൽ നിങ്ങൾ 10 വാക്യം വായിച്ചാൽ അതിന് 1-2 പ്രവചനങ്ങൾ കാണും. അതെല്ലാം അതേപടി നിവൃത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിവൃത്തിയാക്കാനുള്ളത് അതുപോലെ നിവൃത്തിയാകുകയും ചെയ്യും. അതുകൊണ്ട് പ്രവചനം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ഗുണമാണ്. എല്ലാം എപ്പോഴും അറിഞ്ഞ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും എപ്പോഴും അറിയാം. എല്ലാം പ്രസൻ്റാണ് ദൈവത്തിന്. നമ്മളെപ്പോലെ കണ്ടാൽ മാത്രം വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാവുന്നതല്ല ദൈവം. ഈ നോസ് എവറിത്തിങ് ഫ്രം ദി എൻഡ് ഫ്രം ദി ബിഗിനിങ്. അതുകൊണ്ട് ദൈവത്തിന് മുൻകൂട്ടി പറയും. അതാണ് പ്രവചനം എന്ന് പറയുന്നത്. റോമ സാമ്രാജ്യ കാലത്ത് അവനെ ക്രൂശീകരിക്കുമെന്ന് എഴുതി. അതുവരെ ക്രൂശീകരണം പോലും കണ്ടുപിടിച്ചിട്ടില്ല. ക്രൂശീകരണം റോമാ സാമ്രാജ്യത്തിൽ നടന്ന കൊലപാതക രീതിയാണ്. അവൻ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരത്തിലാണ് തൂങ്ങിക്കൊന്നത്. നമുക്കറിയാം ക്രോസ് എന്നുള്ളത് മരത്തിനെ പോലെയാണ്. എനിവേ 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 20 വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യമായി എന്ന് ഞാൻ വിചാരിക്കും. അതുപോലെ 1 പത്രോസ് നമ്മൾ 2 പത്രോസ് വായിച്ചു. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. സകല ജഡവും പൂ പോലെയും അതിൻ്റെ ഭംഗി എല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂവ് തീർന്നു പോയി. നമുക്കറിയാം, നമ്മൾ ഓമനിച്ച് വളമിട്ട് വെള്ളമൊഴിച്ച് വളരുന്ന പൂക്കൾ, റോസാപ്പൂക്കൾ, മുല്ലപ്പൂക്കൾ, അത് എന്തോരം പൂക്കളാണ് നമ്മുടെ ഗാർഡനുകളിലുണ്ടാകുന്നത്. വെയിൽ വരുമ്പോൾ വരും, അത് വാടിപ്പോവും. അത് താൽക്കാലികമാണ്. എന്നിട്ട് പിന്നെ എൻ്റെ 25-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ വചനമോ അത് എന്നേക്കും നിലനിൽക്കും. ഇത് മാറുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇത് ഈ പോപ്പ് പറഞ്ഞാലും, അന്ത്യോക്യയിൽ ആര് പറഞ്ഞാലും, റഷ്യയിൽ നിന്ന് ആര് പറഞ്ഞാലും, യുക്രൈനിലെ ഏറ്റവും വലിയ ബിഷപ്പ് പറഞ്ഞാലും അതെല്ലാം മാറിപ്പോവും. അത് പൂ പോലെ മാത്രമാണ്, അത് വാടിപ്പോവും. എന്നാൽ കർത്താവിൻ്റെ വചനം അത് നിലനിൽക്കും. ഈ നിലനിൽക്കുന്ന വചനമാണ് പത്രോസ് പ്രസംഗിച്ചത്, അപ്പസ്തോലന്മാർ പ്രസംഗിച്ചത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നിങ്ങൾ എടുക്കണം, മനസ്സിലാക്കണം. ഈ വേദഭാഗങ്ങൾ വായിച്ച് ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. പത്രോസ് പ്രസംഗിച്ച ദൈവവചനം പ്രവചനവാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. പ്രവചനം പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചൊരു ദൈവകൽപ്പന സംസാരിച്ചു കേട്ടത്. ഇതാണ് എൻ്റെ സംക്ഷേപം. പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ, അത് ഒരുപാട് കാര്യങ്ങൾ അന്ന് പുള്ളി ചിന്തിച്ചതും പ്രസംഗിച്ചതുമായ കാര്യങ്ങളെല്ലാം തന്നെ ദൈവവചനമായിരുന്നു. എന്നാൽ എല്ലാം തന്നെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. നമുക്ക് വേണ്ടത്, വരുന്ന തലമുറയ്ക്ക്, അതുപോലെ വിശ്വാസികൾക്ക് വേണ്ടത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് സത്യമാണ്, നിലനിൽക്കുന്നതാണ്. ആ വചനമാണ് നമുക്ക് നൽകിയത്. ആ വചനമാണ് ഇന്നും പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ബൈബിൾ ചർച്ച എന്ന് പേരിട്ട് ബൈബിൾ പ്രസംഗിക്കുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്നത്. അത് പലരിലും ഗുണകരമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ 2 തിമോത്തിയോസിൻ്റെ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം, അത് വളരെ പരമപ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ദൈവവചനത്തെക്കുറിച്ച് പറയുന്ന വിഖ്യാതമായ പ്രസ്താവനയാണ് 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ
ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് പ്രയോജനമുള്ള സാധനമാണ് ദൈവം തന്നിരിക്കുന്ന ദൈവവചനം. ബൈബിൾ വളരെ പ്രയോജനകരമാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഗുണം വരും. അധ്വാനിക്കുന്നവന് അതിൻ്റെ ഫലം കിട്ടും. അതുകൊണ്ട് ഹാർഡ് വർക്ക് ഒരു ക്രിസ്ത്യൻ വെർച്വൽ ഇന്ന് പലരും മടിയന്മാരായി തീർന്നിരിക്കുക. മടിയന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കത്തോലിക്ക സഭ, അതുപോലെ തന്നെ മറ്റു സഭകൾ. നമ്മൾ അധ്വാനികളാകണം എന്ന് ദൈവം ആഗ്രഹിക്കുക. അതുപോലെ തന്നെ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അത് വളരെ നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവശ്വാസീയമായ ദൈവത്തിൻ്റെ ശ്വാസമുള്ള പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട, അത് എഴുതിയതാരാണ്? പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച വ്യക്തികളാണ് എഴുതിയത്. അതുകൊണ്ട് ഇത് ആധികാരികമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ തിരുവെഴുത്തിനെ സംബന്ധിച്ച് ഒരു വാക്യം കൊണ്ട് വായിക്കാൻ നമുക്ക് ദൈവത്തിനോട് കൂട്ടാനോ നീക്കിക്കളുവാനോ ആർക്കും അനുവാദമില്ല. കാരണം ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തോടുകൂടി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവസാനിക്കുകയാണ്. ഇനി അതിൻ്റെ നിവൃത്തി മാത്രമേ നമുക്ക് ഇനി കാത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ, 22-ാം അധ്യായം അവസാനത്തെ അധ്യായമാണ്. അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്ന് അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവൻ നൽകും. കൂട്ടാൻ നമുക്ക് അവകാശമില്ല. അതുപോലെ 19-ാം വാക്യം, ഈ പുസ്തകത്തിലെ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആർക്കും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അതുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് കൂട്ടാനോ കുറയ്ക്കാനോ മനുഷ്യൻ എന്നുള്ള നിലയിൽ അനുവാദമില്ല. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അത് എത്രയോ സൂക്ഷ്മമായി പഠിപ്പിക്കേണ്ട. അത് എനിക്ക് കുറവുകളുണ്ട്, ഞാൻ സമ്മതിക്കുകയാണ്. കുറവുകളുണ്ട്. എങ്കിലും ആവുന്നതും 100% അത് കൃത്യമായിട്ട് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് കൂട്ടാനോ കുറയ്ക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എന്തോ പറയുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ തിരുവെഴുത്തിലെ പ്രാധാന്യം അല്പമായി നമ്മൾ പരിഗണിച്ചു. പത്രോസ് പറഞ്ഞ ദൈവവചനവും നാം അല്പമായി മനസ്സിലാക്കി. ഇതാണ് ദൈവവചനം, അതിൻ്റെ പ്രാധാന്യം. എന്നാൽ ദൈവവചനത്തിനെതിരായിട്ടൊരു പാരമ്പര്യം, പൂർവികരുടെ പാരമ്പര്യം, മനുഷ്യൻ്റെ പാരമ്പര്യം, സംഘടനകളുടെ സമുദായങ്ങളുടെ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി അവർ ഇന്ന് മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അതും കൂടി അല്പം ഒന്ന് പരിശോധിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. എന്താ വാസ്തവത്തിൽ പാരമ്പര്യത്തിൻ്റെ പിന്നിലുള്ള അതിൻ്റെ രത്നച്ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. രത്നച്ചുരുക്കം ഇറ്റ്സ് എ നട്ട്ഷെൽ, ദിസ് ഈസ് ഇറ്റ്. പത്രോസിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന പത്രോസ്, ഈ പത്രോസിന് ഒരു സിംഹാസനം കൊടുത്ത് ആ സിംഹാസനത്തിലിരുന്ന് ഇന്ന് പലരും ഭരിക്കുകയാണ്. അതാണ് ഇന്ന് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനൊരു സിംഹാസനം കൊടുക്കുകയോ അത് റോമിൽ സ്ഥാപിക്കുകയോ അത് അന്ത്യോക്യയിൽ സ്ഥാപിക്കുകയോ അത് റഷ്യയിൽ സ്ഥാപിക്കുകയോ അത് തുർക്കിയിൽ സ്ഥാപിക്കുകയോ ഉക്രൈനിൽ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. ഈജിപ്തിലും സ്ഥാപിച്ചിട്ടില്ല, വേറെ ഒന്നും സ്ഥാപിച്ചിട്ടില്ല, ഇംഗ്ലണ്ടിലും സ്ഥാപിച്ചിട്ടില്ല. അങ്ങനത്തെ പരിപാടിയെ ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിലില്ലായിരുന്നു. ഉണ്ടായിരുന്നു പറഞ്ഞേനെ, അങ്ങനെയില്ല. അങ്ങനെ അതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. പത്രോസിനൊരു സിംഹാസനം കൊടുത്ത് ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടുള്ള സമ്പ്രദായങ്ങൾ ഇത് വളരെ ആപൽക്കരമാണ്. എന്നാൽ അതിൽ ചില വ്യത്യാസങ്ങളിൽ നിന്ന് നമ്മൾ കാണുകയാണ്. 120 കോടി ജനങ്ങളുള്ള റോമൻ കത്തോലിക്ക സഭയുടെ പോപ്പ് എന്ന് പറയുന്ന ആ വ്യക്തി ലിയോ, അദ്ദേഹം പറയുകയാണ്, ഇനി മത്തരാന്മാരുടെ മോതിരം മുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ മനുഷ്യനോട് ദൈവത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ അത് മനുഷ്യനോട് പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പുള്ളി ചെയ്യുന്ന ചില വ്യത്യാസങ്ങളാണ്. അതുകൊണ്ട് സാക്ഷാൽ ദൈവത്തിലേക്കും സാക്ഷാൽ ദൈവവചനത്തിലേക്കും നമ്മൾ തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഏത് തരത്തിലുള്ള രക്ഷ? പാപത്തിൻ്റെ മോചനം, നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷ. അതുമാത്രമല്ല, ഇന്ന് കാണുന്ന ഈ ദുഷ്ട ലോകത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ആവശ്യമാണ്.
ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ദുഷ്ടതയാണ്, പരമദുഷ്ടത നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇസ്രായേലിൽ നോക്കൂ, ചെറിയ രാഷ്ട്രത്തെ, ചെറിയ ജനത്തെ എത്രയോ കഷ്ടപ്പെടുത്തുന്ന 56 രാജ്യങ്ങൾ ചുറ്റും, അതുപോലെ ലോകം മുഴുവനും UN എല്ലാം ചേർന്ന് എത്രയോ വലിയ ദുഷ്ടതയാണ് നടക്കുന്നത്, ദൈവത്തിനെതിരായിട്ടുള്ള ശക്തികൾ. അതുപോലെ തന്നെ സഭയ്ക്കെതിരായിട്ട് നടക്കുന്ന കാര്യങ്ങൾ, സാക്ഷാൽ സഭ, സാക്ഷാൽ യേശുക്രിസ്തു ശരീരമായ സഭയ്ക്ക് എതിര്. അതുകൊണ്ട് ഇത് നമുക്ക് ദൈവം അനുവദിച്ചാൽ ഇത് നമുക്ക് കൂടുതലായിട്ട് അടുത്ത ആഴ്ച നമുക്ക് പരിഗണിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഞാൻ അപ്പസ്തോലന്മാരാകേണ്ടതിൻ്റെ ദൈവവചനത്തിനുള്ള യോഗ്യതകൾ ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇന്ന്, കാരണം നമുക്കിന്ന് ചെറിയൊരു മെസ്സേജായിട്ട് ഇന്ന് തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, ദൈവവും ദൈവത്തിൻ്റെ പുസ്തകവും നമ്മളതിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. ഞങ്ങളുടെ പലരുടെയും ബൈബിളിനെ ചർച്ചിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് മലയാളമായാലും ഇംഗ്ലീഷായാലും ഒറ്റ കാര്യമുള്ളൂ, ബാക്ക് ടു ദി ബൈബിൾ. തിരുവചനത്തിലേക്കൊരു മാറ്റം, ഒരു തിരിച്ചുവരവാണ്. അത് വായിക്കുക, പഠിക്കുക, ഉപദേശിക്കുക. അപ്പസ്തോലന്മാർ പ്രസംഗിച്ച അതേ പ്രസംഗം, ദൈവവചനം അതേപടി മനസ്സിലാക്കി അതേപടി നിങ്ങളോട് കൊണ്ടുവരികയാണ് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ സംക്ഷേപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം പിന്തുടരേണ്ടത് അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച പ്രമാണം, ആചാരം. ഇതാണ് അവർ പ്രസംഗിച്ച കാര്യങ്ങളും അവരുടെ ഉപദേശങ്ങളും ആയിരിക്കണം അപ്പസ്തോലന്മാർ, യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ പഠിപ്പിച്ച കാര്യങ്ങളാണ് സഭ പിന്തുടരേണ്ടത്. ഒന്ന്. രണ്ടാമതായിട്ട് ദൈവവചനം നിത്യമായ പരമസത്യമാണ്. കാരണം ഇത് ദൈവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട്, ദൈവം സത്യവാനായതുകൊണ്ട് ഇത് സത്യമാണ്. ബൈബിൾ ഈസ് എറ്റേണലി ട്രൂ, എവറി വേർഡ് ഈസ് ട്രൂ, ദി ഹോൾ തിങ് ഈസ് ട്രൂ. അതുകൊണ്ട് ദൈവം സത്യമാണ്, അത് നിത്യമാണ്, ഇതാണ്. നമ്മൾ 2 പത്രോസിൽ നിന്ന് വായിച്ചു, ഇറ്റ് ഈസ് ഫോർ എവർ. പുല്ല് വാടിപ്പോകുന്നു, പൂക്കൾ വാടിപ്പോകുന്നു, മനുഷ്യർ തന്നെ, നമ്മുടെ ജീവിതം തന്നെ 70 ഏറിയാൽ 80, അതങ്ങ് നീണ്ട ചിലരൊക്കെ 120 വർഷം വെച്ച് എന്നാലും മരിക്കേണ്ടി വരുന്നു. താൽക്കാലികമായൊരു ജീവിതമാണ് മനുഷ്യന്. എന്നാൽ ദൈവവും ദൈവവചനവും അത് നിത്യമാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, അത് പരമസത്യം കൂടിയാണ്. അതുകൊണ്ട് ദൈവവചനം വിശ്വസിക്കുക, ആചരിക്കുക, അതാണ് നമ്മുടെ പാരമ്പര്യം. ദൈവവചനം, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വസിച്ച് നമ്മൾ പാപക്ഷമയുള്ളവരായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് ഇന്ന് പിരിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ദൈവത്തിലേക്കും ദൈവവചനത്തിലേക്കും നിത്യമായ സത്യമായ വചനത്തിലേക്ക് തിരിയുവാൻ ഞങ്ങളെ കേൾക്കുന്ന ഏവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ വിശ്വസിക്കുവാൻ, അത് ആചരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ. അനുഗ്രഹത്താൽ പറഞ്ഞയക്കണമേ. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.